എന്തായാലും നമ്മൾക്കൊപ്പം വാർഡ് കൗൺസിലറായ ഫാത്തിമ തഹ്ലിയുണ്ട്. ഫാത്തിമ, ഒരു വലിയ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് തൊഴിലാളികൾ വിശ്രമിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്താണ് നിങ്ങൾക്ക് പ്രാഥമിക? തീർച്ചയായിട്ടും ഇത് ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഇതെന്താണ് ഇത് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ബിൽഡിംഗ് പൊളിക്കാൻ 2 വർഷം മുമ്പേ തീരുമാനമാവുകയും ഇതിനടിയിൽ ആളുകൾ സ്ഥിരമായിട്ട് വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പൊ നിലവിൽ ഇതിന്റെ പെർമിറ്റ്, ഇതിന്റെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ മുഴുവൻ പരിശോധിച്ച ശേഷമേ എന്താണ് നിലവിൽ ഇതിന്റെ സ്റ്റാറ്റസ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇത് പഴയ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ച കെട്ടിടം അല്ലെ? അത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് വരുന്നു. ഇവിടുന്ന് പാസ്പോർട്ട് ഓഫീസ് മാറ്റിയിട്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞു. തീർച്ചയായിട്ടും പാസ്പോർട്ട് ഓഫീസ് ഇവിടെ പ്രവർത്തനരഹിതമല്ല, ഇവിടെ നിന്ന് മാറ്റി. പക്ഷേ ഈ ബിൽഡിംഗ് പൊളിക്കാൻ തീരുമാനമായിരിക്കെ നമുക്കറിയാം ഇത് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ബിൽഡിംഗ് ആണ്. നിരന്തരം ആളുകൾ പാസ് ചെയ്യുന്ന, ഇവിടെ ഒരുപാട് ജോലികൾ, പിന്നെ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു തണൽ പ്രദേശം കാണുമ്പോൾ ആളുകൾ റെസ്റ്റ് ചെയ്യാൻ എത്തും, ഇവിടെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ്. പൊളിച്ചു മാറ്റാൻ വേണ്ടി നോട്ടീസ് കൊടുത്തതെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ പുതിയ കടകളിൽ പ്രവർത്തിച്ചു? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ ഈ കൌൺസിൽ വന്നതിന് ശേഷമാണ് ഞാനിപ്പോ ഇവിടുത്തെ കൌൺസിലറായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിനിപ്പോ നിലവിൽ പെർമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരിക്കലും 70 വർഷമായിട്ടുള്ള ഒരു കെട്ടിടം ഇവിടെ ഇതേപോലെ നിൽക്കാൻ പാടില്ല. ആളുകൾക്ക് ഭീഷണിയാണത്. ഇത് മാത്രമല്ല, ഇത് ഏറ്റവും കണ്ണായിട്ടുള്ള സ്ഥലത്താണ്. കോഴിക്കോടിന്റെ ബീച്ച്, ഇതിലെ ആളുകൾ പാസ് ചെയ്യുന്നതും തൊഴിലാളികൾ വലിയങ്ങാടിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവുകയും അത് ഇത്രയും ഒരു അനാസ്ഥയിൽ എത്തുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ 5 പേരെയാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത്. ഫാത്തിമ തഹ്ലിയ ഈ കുറ്റിച്ചിറ ഡിവിഷനിൽ നിന്നുള്ള കൌൺസിലറാണ്. അവരാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഒരുപാട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ച പരിശോധന. നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളാണ്? എങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ? വിനോദ്, സനീഷ് കുമാറാണ്. എന്തായാലും ഈ വിവരം അറിഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്നോളൂ അനീഷ്. തീർച്ചയായും ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരിടമാണ്. കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരിടം.